ശ്രീലങ്ക കൂട്ടുകെട്ട് കൂടുതൽ ഊർജിതമാവുകയാണ്. ഇന്ത്യയെ വാരിപ്പുണർന്നിരിക്കുകയാണ് ശ്രീലങ്ക ഇപ്പോൾ. വിനോദസഞ്ചാരികൾ ശ്രീലങ്കയിലേക്ക് ഒഴുകിയെത്തുന്നത് ശ്രീലങ്കയെ വലിയ രീതിയിലാണ് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീലങ്ക സുപ്രധാനമായ ചില നീക്കങ്ങളിലേക്കാണ് കടക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് സൗജന്യ വിസ നൽകുന്നത് തുടരുമെന്നാണ് ഇപ്പോൾ ശ്രീലങ്കൻ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ശ്രീലങ്കയുടെ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തുവാൻ, ഉയർത്തിക്കൊണ്ടുവരുവാൻ പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്കാണ് രാജ്യം കടക്കുന്നത്. ജപ്പാൻ, മലേഷ്യ, തായ്ലൻഡ്, ഇന്തോനേഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് സൗജന്യ വിസ നൽകുന്നത് തുടരുമെന്നുള്ളതാണ് പറയുന്നത്. ഇന്ത്യക്കും ആ ഒരു അവസരമുണ്ടാകും. 30 ദിവസത്തെ കാലാവധിയാണ് വിസയ്ക്കുള്ളത്. ശ്രീലങ്കയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിൽ വലിയ നീക്കങ്ങളാണ് രാജ്യം നടത്തിവരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷമാണ് ശ്രീലങ്ക പരീക്ഷണാടിസ്ഥാനത്തിൽ സൗജന്യ വിസ പ്രവേശനം പ്രഖ്യാപിച്ചത്. 2024 മാർച്ച് 31 വരെ ആയിരുന്നു ഇതിന്റെ കാലാവധി. എന്നാൽ വിനോദസഞ്ചാരികളുടെ ഗണ്യമായിട്ടുള്ള ഒരു വരവ് കണക്കിലെടുത്തുകൊണ്ട് ഇത് നീട്ടാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ശ്രീലങ്ക എടുത്തിട്ടുള്ളത്. വിനോദസഞ്ചാരികളുടെ ഗണ്യമായ വർധനവ് ശ്രീലങ്കയെ ഒരുപാട് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഒരു വിസാരഹിത പ്രവേശനം തുടരുന്നതായിട്ട് ഇപ്പോൾ ശ്രീലങ്കൻ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇനി ശ്രീലങ്കൻ വിസയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിലേക്ക് വരികയാണെങ്കിൽ, സാധുവായ ഒരു പാസ്പോർട്ട് ഉണ്ടായിരിക്കണം, അതേപോലെ റിട്ടേൺ ടിക്കറ്റ്, കൂടാതെ താമസത്തിനായിട്ട് ബുക്ക് ചെയ്ത സ്ഥലത്തിന്റെ വിശദാംശങ്ങൾ, വാക്സിൻ എടുത്ത സർട്ടിഫിക്കേഷൻ, അതേപോലെ തന്നെ ശ്രീലങ്കയിൽ സന്ദർശിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുടെയും യാത്രയുടെയും വിശദ വിവരങ്ങൾ, ഇതൊക്കെയാണ് ശ്രീലങ്കൻ വിസയ്ക്കായിട്ട് ആവശ്യമുള്ളത്. ശ്രീലങ്ക ഒരു പുതിയ ടൂറിസം തന്ത്രം മെനയുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അയൽരാജ്യമായ ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള പിരിമുറുക്കങ്ങൾക്കിടയിൽ ഭൗമരാഷ്ട്രീയ കാറ്റിന്റെ ഒരു മാറ്റം മുതലെടുക്കാൻ പോലും ഇതിന് അവസരമുണ്ടാക്കിയേക്കാമെന്ന് പറയുന്നുണ്ട്. ദ്വീപ് കഴിഞ്ഞ വർഷം 1.48 ദശലക്ഷത്തിലധികം സന്ദർശകരെയാണ് സ്വാഗതം ചെയ്തത്. 2022 ഇരട്ടിയാണ് അത്. രാജ്യം കടത്തിൽ വലിയ വീഴ്ച വരുത്തുകയും കടുത്ത ക്ഷാമം നേരിടുകയും സർക്കാരിന് പിടിച്ചു നിൽക്കാൻ കഴിയാതായ അവസ്ഥയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ശ്രീലങ്കയുടെ ഒരു അധപ്പതനം നമ്മൾ കണ്ടതാണ്. അതിൽ നിന്നൊക്കെ മുക്തി തേടാനുള്ള ഒരു പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ശ്രീലങ്ക മുന്നോട്ട് വെക്കുന്നത്. ടൂറിസം മേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഒരു തിരിച്ചുവരവ് തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ഇതുവരെയുള്ള കണക്കുകൾ, അതായത് മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ്. ഇത് പ്രോത്സാഹനജനകമാണ് എന്നതും എടുത്തു പറയണം. ജനുവരിയിൽ മാത്രം 2,08,253 സന്ദർശകർ എത്തിയിരുന്നു. ഒരു വർഷം മുമ്പ് ഇത് 1,02,545 ആയിരുന്നു. ശ്രീലങ്കൻ ടൂറിസം പ്രൊമോഷൻ ബ്യൂറോയുടെ ചെയർമാൻ ചാലക ഗജബാഹു പറയുന്നത് ഈ വർഷം 2.5 മില്യൺ എന്ന ഉയർന്ന ടാർഗറ്റ് രാജ്യത്തിന് വലിയ പുരോഗതി ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ളതാണ്. മനോഹരമായ കടൽ തീരങ്ങൾ ഉൾപ്പെടെയുള്ള ശ്രീലങ്കയുടെ പ്രകൃതിദത്തവും സാംസ്കാരികവുമായ ആസ്തികൾ മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നത് രാജ്യത്തിന്റെ പുതിയ സാമ്പത്തിക വീണ്ടെടുക്കലിന് സഹായിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഗുണനിലവാരത്തിൽ വലിയ ശ്രദ്ധയാണ് രാജ്യം കൊടുത്തു വരുന്നത്. മാലദ്വീപുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വരുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ മാലദ്വീപിൽ ശരാശരി വിനോദസഞ്ചാരികൾ പ്രതിദിനം കുറഞ്ഞത് $500 മുതൽ $600 വരെ ചിലവഴിക്കുന്നുണ്ട്. പക്ഷേ ശ്രീലങ്കയിൽ ഇത് പ്രതിദിനം 160 മുതൽ 180 വരെയാണ്. 2023 മാലദ്വീപിൽ 1.8 ദശലക്ഷത്തിലധികം സന്ദർശകർ ഉണ്ടായിരുന്നു. ഈ അടുത്ത തായ്ലൻഡുമായിട്ട് അതേപോലെ ശ്രീലങ്ക ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കുന്നുണ്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിദിന വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്നും ടൂറിസത്തിലും മറ്റു മേഖലകളിലും സഹകരണം മികച്ച രീതിയിലാക്കുമെന്നും ആ കരാറിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ശ്രീലങ്ക ഒരു മാറ്റത്തിന്റെ പാതയിൽ തന്നെയാണ്. ടൂറിസം വരുമാനം ഉയർത്തിക്കൊണ്ടുവരിക എന്നൊരു വലിയ ലക്ഷ്യമാണ് രാജ്യത്തിൽ ഇപ്പോൾ ഉള്ളത്. ശ്രീലങ്ക ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൂറിസം മേഖലയിൽ തന്നെ വലിയ ലക്ഷ്യങ്ങൾ ശ്രീലങ്കയ്ക്കുണ്ട്. ശ്രീലങ്കയുടെ പ്രധാനപ്പെട്ട കാര്യം മികച്ച ഓഫറുകൾ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്നുള്ളൊരു കാര്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. യാത്രക്കാർ പ്രത്യേക ഹോട്ടലുകളോ അനുഭവങ്ങളോ മാത്രമായി തിരഞ്ഞെടുക്കുമെന്ന് ഇതൊന്നും, ഈ ഒരു ക്യാമ്പയിനുകളൊന്നും അർത്ഥമാക്കുന്നില്ല. പക്ഷേ ഏറ്റവും മികച്ചത് ഹൈലൈറ്റ് ചെയ്യുന്നതിലാണ് ഇപ്പോൾ ഊന്നൽ നൽകുന്നത് അധികൃതർ. ശ്രീലങ്കയ്ക്കായിട്ട് പല സഹായങ്ങളും ഇന്ത്യയും നൽകുന്നുണ്ട്. ശ്രീലങ്കയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്, തിരിച്ചുവരവിന് ഇന്ത്യയും സംഭാവനകൾ നൽകുന്നുണ്ട്. ഈ അടുത്ത് തന്നെ ആധുനിക പ്രതിരോധ ഉപകരണങ്ങൾ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. ഇന്ത്യ ശ്രീലങ്കയ്ക്ക് എന്നും ഒരു ഉത്തമ സുഹൃത്തായിരിക്കും, വിശ്വസ്ത സുഹൃത്തായിരിക്കുമെന്നും ശ്രീലങ്കയ്ക്ക് വാക്കുകൊടുക്കുന്നുണ്ട് ഇന്ത്യ. ശ്രീലങ്കയ്ക്ക് ഇന്ത്യയെ ആശ്രയിക്കാമെന്നും ഇന്ത്യ പറഞ്ഞിരുന്നു. ശ്രീലങ്കയെ പോലുള്ള തങ്ങളുടെ സൗഹൃദ രാഷ്ട്രങ്ങൾക്ക് ഇന്ത്യയുടെ പങ്കാളികൾക്ക് എല്ലാ സഹായവും നൽകുമെന്നതാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്രീലങ്കയുടെ സാമ്പത്തിക തകർച്ചയിൽ ഇന്ത്യ $400 കോടിയിലേറെ അമേരിക്കൻ ഡോളറാണെന്ന് സംഭാവന ചെയ്തത്.
ഇന്ത്യ ശ്രീലങ്കയുടെ പുരോഗതിക്ക് വികസനങ്ങൾക്ക് മികച്ച സംഭാവനകളും പിന്തുണയും നൽകുമെന്നും പറയുന്നുണ്ട്. ശ്രീലങ്കയെ പോലെ ഇന്ത്യയുടെ സുഹൃത്തുക്കൾക്ക് വലിയ നേട്ടമുണ്ടാക്കിയെടുക്കുവാൻ ഇന്ത്യയുടെ ശ്രമങ്ങൾ ശ്ലാഘനീയമാണ്. ഇന്ത്യയുടെ ഏറ്റവും ഉത്തമ സുഹൃത്തായ അയൽരാജ്യമായി തന്നെയാണ് ശ്രീലങ്ക തുടരുന്നത്. ഈ ദ്വീപ രാഷ്ട്രവുമായിട്ട് ഇന്ത്യക്ക് ആഴത്തിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധമുണ്ട് എന്നതും അടിവരയിട്ട് പറയണം. അപ്പോൾ എന്തായാലും ശ്രീലങ്കൻ വിനോദസഞ്ചാര മേഖലയിലെ കുതിപ്പ്, അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ വിജയത്തിലേക്ക് തന്നെ എത്തട്ടെ. ഇനിയും ശ്രീലങ്കയ്ക്ക് പൂർണ്ണമായിട്ടും സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നും കരകയറാനുള്ള അവസരങ്ങൾ ലഭിക്കട്ടെ.